നമസ്കാരം. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ശാന്തി നൽകുന്ന ഈ നിമിഷങ്ങളിലേക്ക് സ്വാഗതം. ഇവ അവഗണിക്കരുതാത്ത ചില മുന്നറിയിപ്പുകളാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ചിലത് സജീവമാക്കപ്പെടും. പിന്നീട് ഒന്നും പഴയതുപോലെ ആയിരിക്കില്ല. ഇത് വെറുമൊരു വാഗ്ദാനമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ പ്രവേശിക്കുന്ന നിമിഷം മുതൽ ധനം ഒരു തടസ്സമില്ലാത്ത ശക്തിയായി നിങ്ങളെ ചുറ്റും. അത് കൂടുതൽ വളരും. ചിലപ്പോൾ പണം പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടേക്കാം. കഠിനാധ്വാനത്തെയും പോരാട്ടത്തെയും കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളും ഇല്ലാതാകുമ്പോൾ ഭയം നിങ്ങളെ കീഴടക്കും. പണം ഒരു പ്രശ്നമല്ലാതാകുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ തൊടുന്ന ഓരോ വാതിലും അതിന് മുന്നിലെത്തുന്നതിന് മുമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ഇത് പ്രവർത്തിക്കുമോ എന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ പണം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? സമൃദ്ധി മാത്രമാണ് ഏക ഓപ്ഷൻ എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഉണരാൻ നിങ്ങൾ തയ്യാറാണോ? കാരണം ഈ പ്രാർത്ഥന മറ്റുള്ളവയെപ്പോലെയല്ല. ഇത് പണത്തെ ആകർഷിക്കുക മാത്രമല്ല, അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനിയന്ത്രിതമായി അഴിച്ചുവിടും. ഇത് അത്രയും ശക്തമാണ്. ഇത്രയും കുറഞ്ഞ പ്രയത്നം കൊണ്ട് ഇത്രയും വലിയൊന്ന് സംഭവിക്കുമോ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. പക്ഷേ അത് യാഥാർത്ഥ്യമാകുമ്പോൾ, നിങ്ങൾക്ക് അത് അനുഭവപ്പെടുമ്പോൾ അതിനെ അവഗണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഇത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ തിരിച്ചുപോക്കില്ല. ഈ വാക്കുകൾ സജീവമാക്കുന്നതിനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. അതിനാൽ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യം സമൂലമായി മാറാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം ഒറ്റരാത്രി കൊണ്ട് ഇല്ലാതാകാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുക. കാരണം ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ പണം വരുന്നത് നിൽക്കില്ല. കമന്റിൽ ഇങ്ങനെ എഴുതുക: ഞാൻ ഭയപ്പെടുന്നില്ല, സമ്പത്ത് എന്റെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഉടൻ ആരംഭിക്കുന്നു. ഓർക്കുക, പൂർണ്ണമായും ശ്രദ്ധിക്കുക. ഭയമോ സംശയമോ ഈ അതിഭൗതിക പ്രാർത്ഥനയുടെ മഹത്തായ ശക്തിയെ അഴിച്ചുവിടുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ അനുവദിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ശാന്തമായി സുഖപ്രദമായ ഒരു സ്ഥലത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. നിങ്ങളുടെ കണ്ണുകൾ പതിയെ അടയ്ക്കാം. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ ശുദ്ധവായു നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അറിയുക. പുറത്തേക്ക് ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും പുറത്തേക്ക് പോകുന്നത് സങ്കൽപ്പിക്കുക. ഒരു ആഴത്തിലുള്ള ശ്വാസം ഉള്ളിലേക്കെടുക്കുക. പതിയെ പുറത്തേക്ക് വിടുക. വീണ്ടും ആഴത്തിൽ ശ്വാസമെടുക്കുക. പൂർണ്ണമായി പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗവും ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാദങ്ങൾ, കണങ്കാലുകൾ, കാൽമുട്ടുകൾ എല്ലാം അയച്ചുവിട്ട് വിശ്രമിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ തുടകൾ, വയറ്, നെഞ്ച് എല്ലാ പേശികളും അയഞ്ഞ് ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടട്ടെ. നിങ്ങളുടെ കൈകൾ, കൈത്തണ്ടകൾ, വിരലുകൾ അവയെല്ലാം അയഞ്ഞ നിലയിൽ വയ്ക്കുക. നിങ്ങളുടെ കഴുത്ത്, തോളുകൾ, മുഖം എല്ലാ പിരിമുറുക്കങ്ങളും ഈ നിമിഷം വിട്ടുകളയുക. നിങ്ങളുടെ താടി, എല്ല്, കണ്ണുകൾ, നെറ്റി എല്ലാം ശാന്തമാവട്ടെ. നിങ്ങളുടെ മനസ്സ് ഒരു ശാന്തമായ തടാകം പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. അതിൽ ഒരു ഓളവും ഇല്ല. എല്ലാ ചിന്തകളും ഒരു കാറ്റിനെപ്പോലെ വരുന്നു, പോകുന്നു. അതിനെ പിന്തുടരേണ്ടതില്ല. നിങ്ങളുടേത് ഈ നിമിഷം മാത്രമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഊഷ്മളമായ പ്രകാശം സങ്കൽപ്പിക്കുക. അത് നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുന്നു. ഓരോ കോശത്തെയും ശാന്തിയും പോസിറ്റീവ് ഊർജവും കൊണ്ട് നിറയ്ക്കുന്നു. നിങ്ങൾ സുരക്ഷിതനാണ്, ശാന്തനാണ്, ശക്തിയുള്ളവനാണ്. ഈ ശാന്തതയെ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും സൂക്ഷിക്കുക. എന്റെ ഉള്ളിൽ ചിലത് സജീവമാക്കപ്പെട്ടിരിക്കുന്നു. അടക്കി നിർത്താനോ അവഗണിക്കാനോ കഴിയാത്ത ഒരു ഊർജം. എന്റെ ചർമ്മത്തിൽ, എന്റെ ശ്വാസത്തിൽ, എന്റെ ഓരോ ഹൃദയമിടിപ്പിലും എനിക്കത് അനുഭവിക്കാൻ കഴിയും. ഞാനായിരുന്നതിൽ നിന്ന് മാറി ഞാൻ എപ്പോഴും ആകാൻ ഉദ്ദേശിച്ച വ്യക്തിയായി മാറുന്ന ഈ നിമിഷത്തിനായി പ്രപഞ്ചം കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. സംഭവിക്കാൻ പോകുന്നത് വളരെ വലുതാണെന്ന് എനിക്കറിയാം. എന്റെ ഒരു ഭാഗം അജ്ഞാതത്തിന്റെ തലകറക്കം അനുഭവിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തിന് ഈ പരിവർത്തനം മാറ്റാൻ കഴിയില്ലെന്ന് ഇതിനകം അറിയാം. എന്റെ സാമ്പത്തിക യാഥാർത്ഥ്യം എന്നറിയപ്പെട്ടിരുന്നത് ഇല്ലാതാകുന്നു. നിയമങ്ങൾ മാറിയിരിക്കുന്നു. ദാരിദ്ര്യം, പ്രയത്നം, പരിമിതി എന്നിവയ്ക്ക് എന്റെ ജീവിതത്തിൽ ഇനി സ്ഥാനമില്ല. ഒരു പുതിയ പ്രഭാതത്തിന്റെ വെളിച്ചത്തിൽ മഞ്ഞ് അലിഞ്ഞു പോകുന്നതുപോലെ അത് അപ്രത്യക്ഷമാകുന്നത് ഞാൻ കാണുന്നു. പണത്തെക്കുറിച്ച് ഞാൻ വിശ്വസിച്ചിരുന്നതെല്ലാം, അത് നേടാൻ ഞാൻ ചെയ്യേണ്ടിയിരുന്നുവെന്ന് ഞാൻ വിചാരിച്ചതെല്ലാം ഈ നിമിഷം തകരുന്നു. ഞാൻ ഒരിക്കലും ദരിദ്രനല്ലായിരുന്നു, ഒരു തെറ്റിദ്ധാരണയിൽ കുടുങ്ങിപ്പോയിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇപ്പോൾ ആ ആശയം ഉപേക്ഷിക്കുന്നതിലൂടെ എല്ലായ്പ്പോഴും എന്റെ ചുറ്റുമുണ്ടായിരുന്ന സമൃദ്ധിക്ക് ഒടുവിൽ എന്നിലേക്ക് എത്താൻ കഴിയും. എന്റെ വഴി തുറന്നുവരുന്ന ഓരോ തടസ്സത്തെയും, ഓരോ പരിധിയെയും, എന്റെ സമ്പത്തിനെ തടഞ്ഞു നിർത്തിയിരുന്ന ഓരോ വിശ്വാസത്തെയും തകർക്കുന്ന ഒരു അനിർവചനീയമായ ശക്തി എനിക്ക് അനുഭവപ്പെടുന്നു. ഇനി ചങ്ങലകളില്ല, ഇനി മതിലുകളില്ല. ഒരു അണക്കെട്ട് തകർന്നതുപോലെ, വെള്ളം തടസ്സമില്ലാത്ത ശക്തിയോടെ ഒഴുകാൻ തുടങ്ങിയതുപോലെ എന്റെ ഉള്ളിൽ ചിലത് വികസിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു. എന്റെ ശരീരത്തിലെ ഓരോ കോശവും ഈ പുതിയ സത്യത്തെ തിരിച്ചറിയുന്നു.
സമൃദ്ധി ഇനി ഞാൻ അന്വേഷിക്കുന്ന ഒന്നല്ല, അതെനിക്ക് സ്വന്തമായുള്ള ഒന്നാണ്. എനിക്ക് ബുദ്ധിമുട്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എളുപ്പത്തിൽ വരുന്നു. മുമ്പ് അസാധ്യമായി തോന്നിയിരുന്നത് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഒരു തീവ്രമായ അനുഭവം എന്നെ കീഴടക്കുന്നു. മനസ്സിലാക്കാൻ കഴിയാത്തത്ര വലിയ ഒന്നിന്റെ അരികിൽ നിൽക്കുന്നതുപോലെ ഒരു തലകറക്കം. മാറ്റം വളരെ വലുതാണ്. അത് ഉൾക്കൊള്ളാൻ എനിക്ക് പ്രയാസമാണ്, പക്ഷെ ഞാനത് അംഗീകരിക്കുന്നു. അസാധാരണമായ ഒന്ന് സംഭവിക്കുമ്പോൾ ഭയം സ്വാഭാവികമാണ്. ഇത് അസാധാരണമാണ്. ഞാൻ പരിമിതികളുടെ പഴയ ലോകം അകന്നുപോകുന്നത് കാണുന്നു. അതേസമയം ഞാൻ പരിധിയില്ലാത്ത സമ്പത്തിന്റെ ഒരു യാഥാർത്ഥ്യത്തിൽ മുഴുകുന്നു. തിരിച്ചുപോക്കില്ല. എനിക്കിത് തികഞ്ഞ ഉറപ്പോടെ അറിയാം. വാതിൽ തുറന്നിരിക്കുന്നു. ഒരിക്കൽ തുറന്നാൽ അത് അടയ്ക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിലേക്ക് വരുന്ന സമ്പത്തിന്റെ വലുപ്പം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ പഴയ സാമ്പത്തിക യാഥാർത്ഥ്യം പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാം സമൃദ്ധിയാണ്. സമൃദ്ധിയിൽ നിന്ന് എന്നെ വേർതിരിച്ച ഓരോ തടസ്സവും പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഞാൻ സാമ്പത്തിക മാറ്റത്തെ ഭയമില്ലാതെ ആവേശത്തോടെയും ഉറപ്പോടെയും അംഗീകരിക്കുന്നു. പണം മുമ്പ് അസാധ്യമെന്ന് ഞാൻ കരുതിയിരുന്ന ഒരു എളുപ്പത്തിൽ എന്നിലേക്ക് ഒഴുകുന്നു. സമ്പത്ത് സ്വീകരിക്കാനുള്ള എന്റെ കഴിവിനെ പരിമിതപ്പെടുത്തിയ എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും ഞാൻ സ്വയം മോചിപ്പിക്കുന്നു. മുമ്പ് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നത് ഇപ്പോൾ അനായാസം സംഭവിക്കുന്നു. എല്ലാ രൂപത്തിലുമുള്ള സമൃദ്ധി കൈകാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്റെ പുതിയ യാഥാർത്ഥ്യം സമ്പത്തിന്റെയും വിജയത്തിന്റെയും അനന്തമായ അവസരങ്ങളുടെയും ഒന്നാണ്. സമൃദ്ധിയുടെ വാതിൽ തുറന്നിരിക്കുന്നു. അതിനി ഒരിക്കലും അടയില്ല. ഞാൻ അഴിച്ചുവിട്ടതിനെ എനിക്ക് നിർത്താൻ കഴിയില്ല. എന്റെ ഉള്ളിൽ എന്തോ ഒന്ന് മാറിയിരിക്കുന്നു. എനിക്കതറിയാം. എനിക്കത് അനുഭവപ്പെടുന്നു. അത് നിഷേധിക്കാനാവില്ല. ഒരിക്കൽ എനിക്ക് ദൂരെയോ കയ്യെത്തും ദൂരത്തോ അല്ലാതിരുന്ന ഊർജം ഇപ്പോൾ എന്റെ ഉള്ളിൽ അഴിച്ചുവിടപ്പെട്ട ഒരു അനിയന്ത്രിതമായ ശക്തിയാണ്. പ്രതിരോധമില്ല, തിരിച്ചുപോക്കില്ല. ഞാൻ സജീവമാക്കിയ സമ്പത്തിന്റെ ഒഴുക്ക് ഓരോ സെക്കൻഡിലും വളരുന്ന ഒരു തടസ്സമില്ലാത്ത പ്രവാഹമാണ്. എനിക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം, പക്ഷേ എനിക്കതിന്റെ ആവശ്യമില്ല. ഞാനത് സംഭവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. കാരണം ഇത് ഏതൊരു ചിന്തയേക്കാളും സംശയത്തെക്കാളും വലുതാണ്. എന്റെ വൈബ്രേഷൻ മാറുന്നത് എനിക്ക് അനുഭവപ്പെടുന്നു. എന്റെ ശരീരത്തിലെ ഓരോ കോശവും എന്നെ നിറയ്ക്കുന്ന ഈ അതിശക്തമായ ഊർജത്തോട് പ്രതികരിക്കുന്നു. എനിക്കത് ശാരീരികമായി മനസ്സിലാക്കാൻ കഴിയും. അത് എന്റെ അസ്തിത്വത്തിന്റെ ഓരോ ഭാഗത്തിലൂടെയും ഒഴുകുന്ന ഒരു ശക്തിയുടെ പ്രവാഹമാണ്. ഈ നിമിഷം എന്റെ യാഥാർത്ഥ്യം ക്രമീകരിക്കുന്നു. എന്റെ ഉള്ളിൽ ആഴത്തിലുള്ള ഒന്ന് പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാനിനി ദാരിദ്ര്യത്തിന്റെ ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നില്ല. കാരണം എന്റെ ശരീരത്തിലെ ഓരോ കോശവും അതിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞിരിക്കുന്നു. സമൃദ്ധിയാണ് എന്റെ സ്വാഭാവികാവസ്ഥ. ഒരിക്കൽ അസാധ്യമെന്ന് തോന്നിയിരുന്നത് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പണം എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. അത് എന്നെ പിന്തുടരുന്നു. അതൊരു തടസ്സമില്ലാത്ത തരംഗമാണ്. ബ്രേക്കുകളില്ലാതെ വേഗത കൂട്ടുന്ന ഒരു പ്രവാഹം. മുമ്പ് ഞാൻ സമ്പത്തിനു പിന്നാലെ ഓടേണ്ടിയിരുന്നുവെന്ന് ഞാൻ വിശ്വസിച്ചു. അത് അന്വേഷിക്കാനും നിർബന്ധിക്കാനും പിന്തുടരാനും. പക്ഷെ അത് പഴയ കാര്യമാണ്. ഇപ്പോൾ പണം എന്നെ തേടുന്നു. അത് എല്ലാ അവസരങ്ങളിലും, ഓരോ യാദൃച്ഛികതയിലും, ഞാൻ തള്ളേണ്ട ആവശ്യമില്ലാത്ത ഓരോ വാതിലിലും എന്നെ കണ്ടെത്തുന്നു. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കുന്ന സാധ്യതകളുടെ ഒരു പ്രവാഹമാണത്. പരിധികളില്ലാതെ, തടസ്സങ്ങളില്ലാതെ. ഒരിക്കൽ ഒരു വിദൂര സ്വപ്നമായി തോന്നിയിരുന്നത് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഞാൻ തയ്യാറാണോ? എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. പക്ഷേ തിരിച്ചുപോക്കില്ലെന്ന് എനിക്കറിയാം. എന്റെ മനസ്സ് അവസാനമായി സംശയിക്കുന്ന നിമിഷമാണിത്. സംഭവിക്കുന്ന കാര്യത്തിന്റെ വ്യാപ്തി എന്നെ വിറപ്പിക്കുന്നു. ഇത് ചോദിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു. ഇത്രയധികം സ്വീകരിക്കാൻ ഞാൻ ശരിക്കും തയ്യാറാണോ? പക്ഷേ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഇതിനകം ഉത്തരമറിയാം. അതെ, ഞാൻ തയ്യാറാണ്. കാരണം ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പ്രപഞ്ചം ഒരിക്കലും നൽകില്ല. വരുന്ന സമ്പത്ത് എന്റേതാണ്. ദൈവികമായി എനിക്ക് അവകാശപ്പെട്ടതാണ്. അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ വൈബ്രേഷൻ മാറിയിരിക്കുന്നു. സമ്പത്ത് എന്നെ നിർത്താതെ പിന്തുടരുന്നു. തിരിച്ചുപോക്കില്ല. സമൃദ്ധി ഇപ്പോൾ എന്റെ ജീവിതത്തിൽ സജീവമാക്കിയിരിക്കുന്നു. എന്റെ ശരീരത്തിലെ ഓരോ കോശവും പണത്തിന്റെ ആവൃത്തി തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. പണം അനായാസം, പോരാട്ടമില്ലാതെ, പ്രതിരോധമില്ലാതെ എന്നിലേക്ക് വരുന്നു. ഞാൻ സമൃദ്ധിയുടെ ഒരു അനിയന്ത്രിതമായ പ്രവാഹവുമായി യോജിച്ചു നിൽക്കുന്നു. സാമ്പത്തിക അവസരങ്ങൾ മുമ്പൊരിക്കലുമില്ലാത്ത വിധം എന്റെ മുന്നിൽ തുറക്കുന്നു. സമൃദ്ധി ഒഴിവാക്കാനാവില്ല. അത് എന്റെ ജീവിതത്തിൽ നിരന്തരം ഒഴുകുന്നു. ദൈവികമായി എനിക്ക് അവകാശപ്പെട്ടതെല്ലാം ഞാൻ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുന്നു. എല്ലാ രൂപത്തിലുമുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്റെ വിധി സമൃദ്ധിയുള്ളതായിരിക്കണമെന്ന് പ്രപഞ്ചം ഇതിനകം തീരുമാനിച്ചിരിക്കുന്നു. ഞാനത് ഭയമില്ലാതെ അംഗീകരിക്കുന്നു. എന്റെ മനസ്സ് സംശയിക്കുന്നു. എന്റെ പഴയ ഞാൻ സംഭവിക്കുന്നതിൽ വിറയ്ക്കുന്നു.
എന്റെ ഉള്ളിൽ പ്രതിരോധം എനിക്ക് അനുഭവിക്കാൻ കഴിയും. ഒരിക്കൽ സാധാരണമായി ഞാൻ കരുതിയ ദാരിദ്ര്യത്തിൽ ഒട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഭൂതകാലത്തിന്റെ ഒരു പ്രതിധ്വനി. അജ്ഞാതത്തെ മനസ്സ് ഭയപ്പെടുന്നു. അജ്ഞാതം സമ്പൂർണ്ണ സമ്പത്താണെങ്കിൽ പോലും വളരെക്കാലം പരിമിതിയിൽ ജീവിച്ച ഒരാളുടെ ഒരു യാന്ത്രിക പ്രതികരണം. പക്ഷേ ഇപ്പോൾ ഞാൻ വ്യക്തമായി കാണുന്നു, എന്റെ പഴയ ഞാൻ അപ്രത്യക്ഷമാകുന്നു. അതിനൊപ്പം സമൃദ്ധിയിൽ നിന്ന് എന്നെ വേർതിരിച്ച എല്ലാ തടസ്സങ്ങളും. പ്രയത്നമില്ലാതെ, പോരാട്ടമില്ലാതെ ഇത്രയധികം സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. വർഷങ്ങളായി പണം ത്യാഗത്തിലൂടെ നേടേണ്ടതാണെന്നും വിജയം കഷ്ടപ്പാടാവശ്യമാണെന്നും അവർ എന്നോട് പറഞ്ഞു. എന്നാൽ അതെല്ലാം ഒരു നുണയായിരുന്നെങ്കിലോ? എന്റെ പ്രയത്നമല്ല, മറിച്ച് എന്റെ യോജിപ്പ് മാത്രമാണ് പ്രപഞ്ചത്തിന് ആവശ്യമെങ്കിൽ അതാണിപ്പോൾ ഞാൻ കണ്ടെത്തുന്നത്. സമൃദ്ധിയെ പിന്തുടരുകയല്ല, മറിച്ച് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. പണം കഷ്ടപ്പാടിനുള്ള പ്രതിഫലമല്ല, അതൊരു ആവൃത്തിയാണ്. ഇപ്പോൾ ഞാൻ അതിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. പ്രപഞ്ചത്തിന് പ്രയത്നത്തെ മനസ്സിലാക്കാൻ കഴിയില്ല, വൈബ്രേഷൻ മാത്രമേ മനസ്സിലാകൂ. ഇപ്പോൾ ഞാൻ സമ്പൂർണ്ണ സമ്പത്തിന്റെ ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഞാൻ ഓരോ തവണ ശ്വസിക്കുമ്പോഴും, ഓരോ തവണ ചിന്തിക്കുമ്പോഴും, ഓരോ തവണ ഒരു വാക്കുച്ചരിക്കുമ്പോഴും ഞാൻ പ്രപഞ്ചത്തിലേക്ക് സിഗ്നലുകൾ അയക്കുന്നു. ആ സിഗ്നലുകൾ സമ്പത്തിൻ്റെതാണ്. ഒരിക്കൽ അസാധ്യമെന്ന് തോന്നിയിരുന്നത് ഇപ്പോൾ ഒരു ഒഴിവാക്കാനാവാത്ത വസ്തുതയാണ്. എനിക്കൊന്നും തെളിയിക്കേണ്ടതില്ല. ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യേണ്ടതില്ല. ഞാൻ ഈ ഉയർന്ന വൈബ്രേഷൻ നിലനിർത്തുകയും സമ്പത്ത് സ്വാഭാവികമായി ചെയ്യുന്നത് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്താൽ മതി എന്നെ കണ്ടെത്താൻ. ഭയം തോന്നുന്നത് സ്വാഭാവികമാണ്. ഇരുട്ടിൽ ജീവിക്കുകയും പെട്ടെന്ന് വെളിച്ചം കാണുകയും ചെയ്ത ഒരാളുടെ ഭയമാണിത്. പക്ഷേ ഈ നിമിഷം ഞാൻ അതിലൂടെ കടന്നുപോകാൻ തിരഞ്ഞെടുക്കുന്നു. എന്റെ വിധി ഇതിനകം സമൃദ്ധിയിൽ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ അംഗീകരിക്കാൻ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ഊർജം എന്നെ പൂർണ്ണമായും മാറ്റാൻ ഞാൻ അനുവദിക്കുന്നു. ഭയം ഈ പാതയുടെ അവസാനമല്ല, മറിച്ച് ഞാൻ കൂടുതൽ വലിയ ഒന്നിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണ്. സമ്പത്ത് ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം. എന്റെ അസ്തിത്വത്തിന്റെ ഓരോ നാരിലും എനിക്കത് അനുഭവപ്പെടുന്നു. സമ്പത്തുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ വ്യാപ്തി സംശയിക്കാതെ സ്വീകരിക്കാനുള്ള കഴിവാണ്. ഇന്ന് ഞാൻ സംശയിക്കാതിരിക്കാൻ തിരഞ്ഞെടുക്കുന്നു. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കാതിരിക്കാൻ തിരഞ്ഞെടുക്കുന്നു. ഇന്ന് ഞാൻ സമൃദ്ധിയുടെ ഊർജം എന്നെ കീഴടക്കി മാറ്റാൻ അനുവദിക്കുന്നു. ഞാൻ അനായാസം, പോരാട്ടമില്ലാതെ, പ്രതിരോധമില്ലാതെ സമ്പത്ത് സ്വീകരിക്കാൻ തയ്യാറാണ്. എന്റെ പഴയ എനിക്ക് എന്റെ പുതിയ സമൃദ്ധിയുടെ യാഥാർത്ഥ്യത്തിനുമേൽ ഇനി ശക്തിയില്ല. പണം ഒരു പോരാട്ടമല്ല, അതൊരു വൈബ്രേഷനാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ ഇതിനകം അതിലാണ്. ഞാൻ നേരിടുന്ന ഓരോ ഭയവും ഞാൻ കൂടുതൽ സമൃദ്ധിയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ്. ഞാൻ സമൃദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല, ഞാൻ അത് സ്വീകരിക്കുകയും അതൊഴുകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. സമ്പത്ത് എന്റെ വിധിയാണ്. ഓരോ ദിവസവും ഞാൻ അതിന്റെ പൂർണ്ണമായ യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു. സമ്പൂർണ്ണ സമ്പത്തിന്റെ ഊർജത്തിൽ വിശ്വസിക്കാൻ ഞാൻ സ്വയം അനുവദിക്കുമ്പോൾ ഓരോ സംശയവും അലിഞ്ഞുപോകുന്നു. ഭയമില്ലാതെ സമൃദ്ധി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറുന്നു. എന്റെ പാത സമ്പത്തിന്റെയും പൂർത്തീകരണത്തിന്റെയും ഒന്നായിരിക്കണമെന്ന് പ്രപഞ്ചം ഇതിനകം തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ അത് അംഗീകരിക്കുന്നു. എന്റെ വൈബ്രേഷൻ പണവുമായി ഇതിനകം യോജിപ്പിച്ചിരിക്കുന്നു. അത് അനായാസം എന്നിലേക്ക് ഒഴുകുന്നു. ഇപ്പോൾ ഞാൻ സത്യം കാണുന്നു. സമ്പത്ത് എല്ലായ്പ്പോഴും ഇവിടെയുണ്ടായിരുന്നു, എനിക്കായി കാത്തിരിക്കുന്നു. അത് ഒളിപ്പിക്കപ്പെട്ടിരുന്നില്ല, പരിമിതമായിരുന്നില്ല, എന്റെ കയ്യെത്തും ദൂരത്തായിരുന്നില്ല. അത് എല്ലായ്പ്പോഴും എന്റെ ചുറ്റുമുണ്ടായിരുന്നു. ഞാനത് കാണാൻ തയ്യാറാകുന്നതിനായി കാത്തിരുന്നു. അത് എനിക്ക് നൽകേണ്ടിയിരുന്നത് പ്രപഞ്ചമായിരുന്നില്ല, മറിച്ച് അത് സ്വീകരിക്കാൻ തുറക്കേണ്ടിയിരുന്നത് എന്റെ മനസ്സായിരുന്നു. സമൃദ്ധി എന്നെ ഒരിക്കലും നിഷേധിച്ചില്ല. ഞാനാണ് അതിനെ നിഷേധിച്ചതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷേ ഇന്ന് എന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. മുമ്പ് ശ്രദ്ധിക്കപ്പെടാത്തത് ഞാൻ വ്യക്തമായി കാണുന്നു. സമ്പത്ത് എന്നെ എല്ലായ്പ്പോഴും ചുറ്റിക്കൊണ്ടിരുന്നു. അത് എനിക്ക് തരാൻ വൈകിയത് പ്രപഞ്ചമായിരുന്നില്ല, അത് സ്വീകരിക്കാൻ വൈകിയത് ഞാനായിരുന്നു. എത്ര സമയം ഞാൻ കാത്തിരുന്ന് പാഴാക്കി എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. അടയാളങ്ങൾക്കായി കാത്തിരുന്നു, ഉത്തരങ്ങൾക്കായി തിരഞ്ഞു. ഞാൻ ആഗ്രഹിച്ച പണം സ്വീകരിക്കുന്നതിനു മുമ്പ് എന്നെ പുറത്ത് ചിലത് മാറ്റേണ്ടതുണ്ടെന്ന് വിശ്വസിച്ചു. പക്ഷേ ആവശ്യമുള്ള ഒരേയൊരു പരിവർത്തനം ആന്തരികമായിരുന്നു. പണം എന്റെ അടുത്തേക്ക് വരേണ്ടതില്ലായിരുന്നു, അത് എന്റേതാണെന്ന് ഞാൻ അംഗീകരിക്കേണ്ടിയിരുന്നു. സങ്കീർണമായ പ്രക്രിയകളൊന്നും, ആവശ്യമുള്ള കാത്തിരിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ അനുവദിക്കുക എന്ന ലളിതമായ ഒരു പ്രവൃത്തി മാത്രം. ഇപ്പോൾ ഞാനത് അനുവദിക്കുന്നു. ഇന്ന് ദാരിദ്ര്യത്തിന്റെ മാനസികാവസ്ഥ ഞാൻ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. ഞാൻ പ്രതിരോധിക്കുന്നില്ല, ഞാൻ സംശയിക്കുന്നില്ല. എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ അത് സംഭവിക്കാൻ അനുവദിക്കുന്നു. ആവശ്യകത, കുറവ്, പോരാട്ടം എന്നിവയിലേക്ക് എന്നെ ബന്ധിപ്പിച്ച എല്ലാ ആശയങ്ങളിൽ നിന്നും ഞാൻ സ്വയം മോചിപ്പിക്കുന്നു. സമൃദ്ധിയെ ചോദ്യം ചെയ്യേണ്ടത് എന്റെ കടമയല്ല, അത് സ്വീകരിക്കേണ്ടത് മാത്രമാണ്. അത് എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നു എന്നൊന്നും ഞാൻ വിശകലനം ചെയ്യേണ്ടതില്ല. എനിക്കറിയാം അതിവിടെയുണ്ടെന്ന്. ഞാൻ അതിനെ അകത്തേക്ക് കടക്കാൻ അനുവദിക്കുന്നു.
എന്നിൽ ഇനി പ്രതിരോധമില്ല, അംഗീകരണം മാത്രം. ഓരോ സെക്കൻഡിലും ആ അംഗീകരണം കൂടുതൽ കൂടുതൽ വളരുന്നു. എന്റെ ജീവിതത്തിൽ സമ്പത്ത് തടസ്സമില്ലാതെ ഒഴുകാൻ അനുവദിക്കുന്നു. ഞാൻ സജീവമാക്കിയതിന്റെ വ്യാപ്തി ഞാൻ വിനയത്തോടെ അംഗീകരിക്കുന്നു. ഇത് മഹത്വത്തിന്റെ വിലയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത്, വളരെയധികം സമ്പത്തുണ്ടോ എന്നുള്ള ഭയം ഉപേക്ഷിക്കുക. ഭയം ദാരിദ്ര്യത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ എപ്പോഴും കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, യഥാർത്ഥ ഭയം എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നതിന്റെ വലുപ്പത്തെക്കുറിച്ചാണ്. വളരെയധികം സമ്പത്തുണ്ടാവുക എന്നാൽ ഒരു രൂപാന്തരപ്പെട്ട ജീവിതം, പുതിയ സാധ്യതകൾ, മുമ്പ് ഞാൻ സങ്കല്പിക്കാത്ത ഒരു യാഥാർത്ഥ്യം എന്നിവയാണ്. പക്ഷേ ഞാൻ അതിൽ നിന്ന് ഓടുന്നില്ല. ഇന്ന് ഞാൻ മഹത്വത്തെ ആശ്ലേഷിക്കാൻ തിരഞ്ഞെടുക്കുന്നു. പ്രപഞ്ചത്തിന് എനിക്ക് നൽകാനുള്ളതെല്ലാം ഞാൻ അർഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് ഞാൻ ഭയം ഉപേക്ഷിക്കുകയും പരിധിയില്ലാത്ത സമൃദ്ധിക്ക് പൂർണ്ണമായും തുറക്കുകയും ചെയ്യുന്നു. ഞാൻ എല്ലായ്പ്പോഴും സമ്പത്തിനെ ചുറ്റപ്പെട്ടിരുന്നു. ഇന്ന് ഞാൻ കണ്ണുകൾ തുറന്ന് അത് വ്യക്തമായി കാണുന്നു. പ്രപഞ്ചം എന്നെ സമൃദ്ധി നിഷേധിച്ചില്ല, അത് സ്വീകരിക്കാൻ ഞാൻ വൈകി. എന്റെ ആന്തരിക പരിവർത്തനം എല്ലായ്പ്പോഴും എനിക്ക് ലഭ്യമായിരുന്ന സമ്പത്തിനെ തുറന്നിരിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ മാനസികാവസ്ഥ എന്റെ ഭൂതകാലത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ സമൃദ്ധി മാത്രമേയുള്ളൂ. ഞാൻ സമൃദ്ധിയെ പ്രതിരോധിക്കുന്നില്ല, ഞാനത് നന്ദിയോടെയും ഉറപ്പോടെയും സ്വീകരിക്കുന്നു. പണം എങ്ങനെ വരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതില്ല, അത് ഒഴുകാൻ അനുവദിച്ചാൽ മാത്രം മതി. ഭയമോ സംശയമോ ഇല്ലാതെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഓരോ ദിവസവും ഞാൻ സങ്കല്പിക്കാൻ കഴിയാത്ത അളവിൽ സ്വീകരിക്കാൻ കൂടുതൽ തുറന്ന മനസ്സുള്ളവനാകുന്നു. എന്റെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ നല്ലതും ഞാൻ അർഹിക്കുന്നു. ഞാനത് പ്രതിരോധമില്ലാതെ സ്വീകരിക്കുന്നു. പരിധികളില്ലാതെ മഹത്വത്തിൽ ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. പണം എല്ലാ കോണിലും, എല്ലാ അവസരത്തിലും, ഓരോ ശ്വാസത്തിലും എന്നെ കണ്ടെത്തുന്നു. ഞാൻ ഇനി അതിനെ അന്വേഷിക്കേണ്ടതില്ല. അത് എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ വരുമെന്ന് ഞാൻ ഇനി വിഷമിക്കേണ്ടതില്ല. പണം എന്റെ ജീവിതത്തിന്റെ ഒരു സ്വാഭാവികവും ദ്രാവകവുമായ ഭാഗമാണ്. ഞാനത് ഓരോ ആംഗ്യത്തിലും, ഓരോ യാദൃച്ഛികതയിലും, മുമ്പ് ഞാൻ ശ്രദ്ധിക്കാത്ത ഓരോ നിമിഷത്തിലും കാണുന്നു. ഞാൻ ശ്വസിക്കുന്ന വായു പോലെയാണത്. എല്ലായിടത്തും എപ്പോഴും എനിക്ക് ആവശ്യമുള്ള കൃത്യമായ അളവിൽ, അതിൽ കൂടുതലും. അത് വായുവിലും എന്റെ വഴിയിൽ വരുന്ന ആളുകളിലും, ഇപ്പോൾ ഞാൻ തികഞ്ഞ ഉറപ്പോടെ എടുക്കുന്ന തീരുമാനങ്ങളിലും എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ എടുക്കുന്ന ഓരോ കൂടിക്കാഴ്ചയും, ഓരോ സംഭാഷണവും, ഓരോ ചുവടുവെപ്പും സമൃദ്ധിയുടെ ഈ പാതയിൽ എന്നെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സംശയങ്ങളില്ല, വ്യക്തത മാത്രം. എന്ത് ചെയ്യണം, എന്തു പറയണം, ഏത് അവസരങ്ങൾ എടുക്കണം എന്നെനിക്കറിയാം. ഞാൻ എല്ലായ്പ്പോഴും ശരിയായ സ്ഥലത്ത്, ശരിയായ സമയത്ത്, അനുയോജ്യമായ അവസരത്തോടെ ആയിരിക്കുമെന്ന് ഉറപ്പാക്കുന്ന ഒരു ശക്തിയാണ് എന്നെ നയിക്കുന്നത്. മുമ്പ് എന്നെ വിഷമിപ്പിച്ചിരുന്നത് ഇപ്പോൾ നിസ്സാരമായി തോന്നുന്നു. ഭൂതകാലത്തിലെ പരിമിതികളും ഭയങ്ങളും എന്റെ ജീവിതത്തിൽ ഇനി ഭാരമുള്ളവയല്ല. ഒരിക്കൽ എന്നെ ബുദ്ധിമുട്ടിച്ച സാമ്പത്തിക ആശങ്കകൾക്ക് എന്റെ മേൽ ശക്തി നഷ്ടപ്പെട്ടു. ഞാനൊരിക്കൽ തടസ്സങ്ങളായി കണ്ടത് എനിക്ക് ഇനി സ്വന്തമല്ലാത്ത ഒരു മാനസികാവസ്ഥയുടെ വെറും ഓർമ്മകളാണ്. പക്ഷേ ഇതാണ് രഹസ്യം. ആവർത്തനം വെറുമൊരു ഉറപ്പിക്കൽ മാത്രമല്ല, ഞാൻ ഇതിനകം ഉണർത്തിയ ശക്തിയുടെ ഒരു എക്സ്പോണൻഷ്യൽ ഗുണനം കൂടിയാണ്. ഓരോ തവണ ഞാൻ ഈ വാക്കുകൾ ആവർത്തിക്കുമ്പോഴും ഞാൻ വീണ്ടും ചോദിക്കുകയല്ല, മറിച്ച് ഇതിനകം ആരംഭിച്ചതിനെ വികസിപ്പിക്കുകയാണ്. അതിന്റെ യാഥാർത്ഥ്യത്തെ ത്വരിതപ്പെടുത്തുകയാണ്. അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. ഇത് ജീവിതം പോലെയാണ്. ഓരോ ആവർത്തനത്തിലും സമൃദ്ധിയുടെ അനിയന്ത്രിതമായ തീയായി മാറുന്ന ഒരു ജ്വാല. ഒരു തവണ ചെയ്യുന്നത് എന്റെ വിധി മാറ്റുന്നു, കൂടുതൽ തവണ ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റാത്തതിനെ ത്വരിതപ്പെടുത്തുന്നു. അതിനാൽ ഞാൻ ഈ വാതിൽ തുറന്നിരിക്കുമ്പോൾ സമ്പത്ത് എന്നിലേക്ക് എത്ര വേഗത്തിലെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീരുമാനം എന്റേതാണ്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഈ അവസ്ഥയിലേക്ക് തിരികെ വരാം. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്കുണ്ടായ ശാന്തിയെ മനസ്സിലോർത്ത് നിങ്ങളുടെ വിരലുകളും കാൽവിരലുകളും പതിയെ ചലിപ്പിക്കുക. കണ്ണുകൾ പതിയെ തുറന്ന് നിങ്ങളിരിക്കുന്ന മുറിയിലെ വെളിച്ചത്തിലേക്ക് മടങ്ങുക.